ഷോറൂമുകൾക്ക് എന്താ പറയാമെന്ന് ചിലർ ചോദിച്ചിരുന്നു. ഷോറൂം, അതായത് ഇപ്പം മാറദ് സെയ്യാറാത്ത് എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ ഷോറൂമാണ്. വാഹനങ്ങളുടെ ഇപ്പോൾ കിയ, മാറദ് സെയ്യാറാത്ത് കിയ, ഇങ്ങനെ ആ പേര് കൊടുത്താൽ മതി. മാറദ് സെയ്യാറാത്ത് ടൊയോട്ടയുടെ ഷോറൂം, അങ്ങനെ ഷോറൂമുകൾക്ക് മാറദ് പറയും. എന്നാൽ എല്ലാ ഷോറൂമിനും മാറദ് പറയും. മഅരിദ് അത് ഈ പറയുന്ന വണ്ടിയുടെ മാത്രമല്ല, എല്ലാ സംഗതികൾക്കും ഷോ കാണിക്കാൻ വേണ്ടി വെച്ചതിനൊക്കെ മഅരിദ് എന്ന് പറയും. സാധാരണഗതിയിൽ മഅരിദ് എന്ന് പറയും. എന്നാൽ പിന്നെ ഈ യൂസ്ഡ് കാറുകൾക്ക് എന്താ പറയുക? അതാണ് ഇപ്പം ഞാൻ പറയാൻ വന്നത്. യൂസ്ഡ് കാറുകൾ, വിവിധ തരം യൂസ്ഡ് കാറുകളുടെ മാറദ് സെയ്യാറാത്ത് അൽ മുസ്തഅമല, അതാണ് ഇപ്പോൾ പറയേണ്ടത്. പലർക്കും അതറിയില്ല. 3 വേർഡാണ് ഇപ്പോൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലരും സംശയം ചോദിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അതിൽ ഒന്ന് മാറദ് സെയ്യാറാത്ത് മുസ്തഅമല. എന്താണ് ഇസ്തിഅമാൽ? ഇസ്തിഅമാൽ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുക എന്നാണ്. അപ്പം മുസ്തഅമലാണ് യൂസ്ഡ്. മുസ്തഖ്ദം എന്നും അവിടെ പറയാം നിങ്ങൾക്ക്. ആന മസ്തഖ്ദം തുഹാദ, ചെറിയൊരു മാറ്റം തമ്മിലുണ്ടെങ്കിലും ഇപ്പം നമ്മൾ അനലൈസ് ചെയ്യേണ്ട. എന്തായിരുന്നാലും മുസ്തഅമലും മുസ്തഖ്ദമും ഏകദേശം ഒരർത്ഥത്തിൽ തന്നെ യൂസ് ചെയ്തത് എന്നാണ്. അപ്പോൾ സെയ്യാറ മുസ്തഅമല, യൂസ്ഡ് കാറ്. പഴയ വീഡിയോ ഒന്നും തിരഞ്ഞ് കണ്ടെത്താൻ ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ഞാനൊന്നുകൂടി വിശദീകരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളാണ്. മാറദ് സെയ്യാറാത്ത് മുസ്തഅമൽ, ഓക്കെ, മാറദ് സെയ്യാറാത്ത് മുസ്തഅമൽ, യൂസ്ഡ് കാർ ഷോറൂംസ്, ഓക്കെ. ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ, മാറദ് സെയ്യാറാത്ത് മുസ്തഅമല ഹസ്സൽ ബി തഖ്സീത്ത് എന്ന് പറയും. തഖ്സീത്ത് എന്നാൽ പിന്നെന്താണ്? തഖ്സീത്ത് എന്നാൽ അടവിന് കിട്ടുമോ മലയാളത്തിൽ? അതാ ഇൻസ്റ്റാൾമെൻറ്റിന് തഖ്സീത്ത് എന്ന് പറയും, ഓക്കെ. തഖ്സീത്ത് നമ്മളവിടെ ലോൺ എടുക്കുക എന്ന് പറയുന്നതിന് ഇവർ അഖ്സാത്ത് എന്നാണ് പറയാം. സാധാരണ അടവിന് വാങ്ങാൻ, ഇൻസ്റ്റാൾമെൻറ്റിന് ക്യാഷ് അടച്ചുകൊണ്ട് വാങ്ങുന്നതിനാണ് എന്ത് പറയാം? തഖ്സീത്ത്. അസ്കാത്ത് അല്ല കേട്ടോ, അഖ്സാത്ത് എന്ന് പറയും. ബിൽ അഖ്സാത്ത് എന്ന് പറയും. കം ഖിസ്ത് വാഹിദ് എന്ന് ചോദിക്കുമ്പോൾ എത്രയാണ് അതിൻ്റെ ഒരു അടവ് എത്രയാണ്, അല്ല ഒരു ഇൻസ്റ്റാൾ പേയ്മെൻറ്റ് ഒരു അടവ് എത്ര വരാനാണ് ഖിസ്ത് വാഹിദ് എന്ന് ചോദിക്കും. മൂന്നാമത്തെ ഒന്ന് ഇതോടൊപ്പം തന്നെ ഫി മുഖദ്ദം, പലരും ചോദിക്കുന്ന ഒന്നാണ് വാഹനം വാങ്ങുമ്പോൾ ഫി മുഖദ്ദം. മുഖദ്ദം എന്നാൽ അഡ്വാൻസ് പേയ്മെൻറ്റിനാണ് മുഖദ്ദം എന്ന് പറയാം, ഓക്കെ. കം അൽ മുഖദ്ദം, എത്രയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പുതിയ വണ്ടിയാണ്, ഇതാൻതു തശ്തറു, ഇതാൻതു തബിഉ, യാനി ഇതാൻതക്കും റഗ്ബ ഫി ശിറാ സയ്യാറ അൽ ജദീദ, പുതിയ വാഹനം വാങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് പിന്നെ ഒരു വർത്താനമില്ല. ഹസ്സൻ ലക്കും ബിൽ അഖ്സാത്ത്, ഇതാൻതക്കും പ്രൊഫൈലൊക്കെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അഖ്സാത്ത് കിട്ടും. അതുപോലെ തന്നെ ഇതാൻതും തുഖദ്ദിമൂന ഔറാഖ ഹഖ് ശരിക്ക, നിങ്ങൾ കമ്പനിയുടെ പേപ്പറൊക്കെ ആവശ്യം വരും. ഷഹാദ റാത്തിബ് എന്നാണ് പറയാം. അപ്പം അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ പലതും ഉണ്ട്. ഷഹാദ റാത്തിബ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റാണ്, അതൊക്കെ ഹാജരാക്കാൻ കിട്ടും. ഏതായിരുന്നാലും 3 കാര്യം. ഒന്ന് മുഖദ്ദം, കം അൽ മുഖദ്ദം, എത്രയാണ് അതിൻ്റെ മുഖദ്ദം എന്ന് പറയുന്നത്? അഡ്വാൻസ് പേയ്മെൻറ്റിനാണ് മുഖദ്ദം എന്ന് പറയാം, ഓക്കെ. രണ്ടാമത്തെ ഒന്ന്, അത് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമോ എന്നൊരു ചോദ്യമാണ്. ഇൻസ്റ്റാൾമെൻറ്റ് എന്താ പറയുക? ബിൽ അഖ്സാത്ത് എന്ന് പറയും. തഖ്സീത്തും അഖ്സാത്ത് എന്ന് പറയും. ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമോ? മൂന്നാമത്തെ ഒന്ന് മാറദ് സെയ്യാറാത്ത് അൽ ഗദീമ, അല്ലെങ്കിൽ മാറദ് സെയ്യാറാത്ത് അൽ മുസ്തഅമല. ഗദീമന് ഓൾഡ് കാസ്, പഴയ വാഹനങ്ങൾ എന്ന് പറയാം, ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകൾ ഞാൻ പല വീഡിയോയിലായി പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെക്കാനിക്കുമായി ബന്ധപ്പെട്ട്, മെക്കാനിക്കിന് അറബിയിൽ മെക്കാനിക്ക് എന്നാണ് പറയാം. മെക്കാനിക്ക്, അറബിയും ഇംഗ്ലീഷും ഒന്നാണ് ആ സാധനം. മെക്കാനിക്ക്, വേറെ വാക്കതിനില്ല, മെക്കാനിക്ക് എന്ന് പറയും. അതുപോലെ തന്നെ അവിടെ ഖിത്ത ഖിയാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെയർ പാർട്സുകൾ, സ്പെയർ പാർട്സിന് ഖിത്ത ഖിയാർ എന്ന് പറയും. അതേപോലെ ഡെൻ്റൽ വർക്കിന് സംകരിയ എന്ന് പറയാം. എന്താണ് പറയുക? സംകരി എന്ന് പറഞ്ഞാൽ ഡെൻ്റൽ വർക്ക് ചെയ്യുന്നവനാണ്, ഓക്കെ. ഇങ്ങനെ കുറേ അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്ത വേർഡ്സുകളുണ്ട്. ചില വീഡിയോസിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ കമൻറ്റ് ചെയ്താൽ എൻ്റെ ശ്രദ്ധ വന്ന ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ സ്പെഷ്യലായിട്ട് പറയുന്നതാണ്. ഇതൊന്നുമല്ല അറബി ഭാഷ. ഇനിയും നിങ്ങൾക്ക് പഠിക്കണോ? അറബിക് യൂണിയെ നിങ്ങൾ ഫോളോ ചെയ്യുക. അറബിക് യൂണിയുടെ ആപ്പിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ശുക്രൻ ജമീഅ, മഅസ്സലാമ.